ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് റിയൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 2 കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 1 എൻഡ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടാണ്. ഡെയിലി സിഫർ, ഡെയിലി കോംബോ, അതുപോലെ തന്നെ മിനി ഗെയിംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് അതിനകത്തെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീസൺ 2 നിങ്ങൾ എന്തായാലും മിസ്സാക്കണ്ട. അപ്പോൾ സീസൺ 2 കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗെയിംസ് ഉണ്ട്, മിനി ഗെയിംസ് ഉണ്ട്, മിനി കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മിനി കാർഡ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻസ് ആയിരുന്നു. അതായത് നമ്മൾ കോയിൻസ് ഈ ഓരോ കാർഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർ ഹോറിൽ ഇത്ര കോയിൻസ് വെച്ചിട്ട് കിട്ടുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വെച്ചാൽ ഡയമണ്ട് ആണ്. അപ്പോൾ ഈ ഡയമണ്ട് കൊടുത്തിട്ട് നമുക്കിവിടെ പ്രോഫിറ്റ് പെർ ഹോറിൽ ഡയമണ്ട് കിട്ടുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ടും നിങ്ങൾ ഡയമണ്ട്സ് കളക്ട് ചെയ്തിട്ട് ഈ കാർഡ്സൊക്കെ വാങ്ങിക്കുക. സീസൺ 1 പോലെ തന്നെ മിനി ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പസിൽ ഗെയിം, അതുപോലെ തന്നെ ഹെക്സാ പസിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയും ഡയമണ്ട്സ് കിട്ടുന്നതായിരിക്കും. ഓരോ ഗെയിംസ് അറിയാമല്ലോ, ഓരോ ഗെയിംസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗെയിംസ് നമ്മൾ സെപ്പറേറ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയം, ഓരോ ലെവൽസും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു കോഡ് വരും. അപ്പോൾ ആ ഒരു കോഡ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിഡീം കൊടുക്കുക. റിഡീം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ എയർ ഡ്രോപ്പിൽ നിങ്ങൾക്കറിയാം സെപ്റ്റംബർ 26 സീസൺ 1 എൻഡായി. നമുക്കൊന്നും പറയാനില്ല. എനിക്കൊക്കെ വളരെ കുറവാണ് കിട്ടിയത്. കാരണം എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ മന്ത് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലെന്ന് പറയുമ്പം അത്യാവശ്യം നമുക്കൊരു നല്ലൊരു വാല്യൂ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ എന്ന് പറയുന്ന സെക്ഷനിൽ ഹാംസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ കാണാനുണ്ട്. വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയമണ്ട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ടെലഗ്രാം ചാനൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ടാപ്പ് ചെയ്തുകൊണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നാളെയാണല്ലോ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിസ്റ്റിംഗ് ബൈനാൻസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ഒന്നും നോക്കാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന എയർ ഡ്രോപ്പ് വിഡ്രോൾ ചെയ്യുക, ക്യാഷ് ആക്കുക, അങ്ങനെയുള്ളൊരു പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ സീസൺ 2 ആഞ്ഞു പിടിച്ചോളുക. നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക് കിട്ടിക്കോട്ടെ. നിങ്ങൾ അതിന് വലിയൊരു ഇതൊന്നും നോക്കണ്ട. കിട്ടുന്ന എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ നല്ല നല്ല എയർ ഡ്രോപ്പുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മിസ്സാക്കാണ്ട് തന്നെ എല്ലാവരും തന്നെ ചെയ്യുക. കൂടുതലായിട്ടൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.